ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യേ നമ. ഓം ശ്രീ ലളിതാദേവ്യേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 55 ശ്ലോകങ്ങളാണ് പഠിച്ചത്. 55 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ 225 നാമങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 56 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം ശ്ലോകങ്ങളൊന്ന് വായിക്കാം. മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവപൂജിത മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവസാക്ഷിണി മഹാകാമേശമഹിഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ഷ്ട്യുപചാരാഢ്യ ചതുഷ്ഷ്ടികലാമയീ മഹാചതുഷ്ഷ്ടികോടിയോഗിനീ ഗണസേവിത മനുവിദ്യാ ചന്ദ്രവിദ്യാ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതീ പത്മനയന പത്മരാഗസമപ്രഭ. ഇതാണ് നമ്മളെ ഇന്നത്തെ ശ്ലോകങ്ങൾ. അപ്പം ശ്ലോകം ആദ്യം 56, ആദ്യത്തെ ശ്ലോകം 56 എന്താണെന്ന് നോക്കാം. മഹാതന്ത്ര 6 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. മഹാതന്ത്ര, മഹാമന്ത്ര, മഹായന്ത്ര, മഹാസന, മഹായാഗക്രമാരാധ്യ, മഹാഭൈരവപൂജിത. ഇതാണ് ശ്ലോകം. മഹാതന്ത്ര, തന്ത്രങ്ങൾ, മഹത്തായ തന്ത്രങ്ങളോടുകൂടിയവൾ ദേവി. ആ തന്ത്രം എന്നൊക്കെ പറയുന്നത്, മന്ത്രം തന്ത്രം എന്നൊക്കെ പറയുന്ന ആ ശ്രീവിദ്യ ഉപാസന രീതിയാണ്. അപ്പോൾ ഇവിടെ മഹത്തായ തന്ത്രങ്ങളോടുകൂടിയവൾ. മന്ത്രം തന്ത്രം എല്ലാം ഉണ്ടെങ്കിലല്ലേ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ പറ്റൂല്ലേ. അപ്പോൾ അതെല്ലാം ദേവിയിലുണ്ട് എന്നർത്ഥം. മഹത്തായ തന്ത്രങ്ങളോടുകൂടിയവൾ മഹാതന്ത്ര. അടുത്തത് മഹാമന്ത്ര, മന്ത്രങ്ങൾ. മനനം ത്രായതേ ഇതി മന്ത്ര. നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നതിനെയാണ് മനനം എന്ന് പറയുന്നത്. ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളെയാണ് മനനം ചെയ്യുക, മനസ്സിൽ ഉറപ്പിക്കുക എന്നർത്ഥം. അപ്പം മനനം ചെയ്യുന്നത് മന്ത്രം. ആ മഹത്തായ മന്ത്രങ്ങളോടുകൂടിയവൾ. എന്താണ് ഈ മഹത്തായ മന്ത്രം? ആ ശ്രീവിദ്യാ മന്ത്രം തന്നെ. ആ മന്ത്രങ്ങളോടുകൂടിയവൾ. അടുത്തത് മഹായന്ത്ര, മഹത്തായ യന്ത്രങ്ങളോടുകൂടിയവൾ. യന്ത്രം എന്തൊക്കെയാണ്? ആ യന്ത്രം എന്ന് പറയുന്നത് ശ്രീചക്രം. അതാണ് ശ്രീചക്ര. ഇതുണ്ട് ശ്രീവിദ്യാ മന്ത്രവും ശ്രീചക്രവും. ആ ചക്രപൂജ എന്ന് പറഞ്ഞൊരു ഉപാസനാ രീതിയുണ്ട്, ശ്രീചക്രപൂജ. അതാണ് ആ ശ്രീചക്രത്തെയാണ് ഈ മഹായന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീവിദ്യാ മന്ത്രത്തെ ശ്രീ മഹാമന്ത്രമെന്നും മഹാതന്ത്രം ദേവിക്കെല്ലാം ഇതിലൊക്കെ ഉള്ളത് തന്നെയാണ് തന്ത്രങ്ങൾ. അപ്പോൾ മഹത്തായ തന്ത്രങ്ങളും മന്ത്രങ്ങളും യന്ത്രങ്ങളും ഒക്കെ ഉള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് മഹാതന്ത്ര, മഹാമന്ത്ര, മഹായന്ത്ര എന്ന് പേര്. അടുത്ത നാമം മഹാസന. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം. അപ്പം മഹത്തായ ആസനമുള്ളവൾ എന്ന് പറഞ്ഞാലോ മഹത്തായ ഇരിപ്പിടം ഉള്ളവൾ, മഹത്തായ വാസസ്ഥാനമുള്ളവൾ. എവിടെയാണ് ദേവി ഇരിക്കുന്നത്? മണിദ്വീപത്തിലല്ലേ.
അതിനെ നമ്മൾ വർണ്ണിച്ചിട്ടൊക്കെ ഇല്ലേ മണിദ്വീപത്തെ. അപ്പം മഹത്തായ ആസനത്തോടു കൂടിയവൾ. അടുത്തത് മഹായാഗക്രമാരാധ്യ. മഹായാഗക്രമാരാധ്യ, വലിയ യാഗക്രമങ്ങളാൽ ആരാധ്യയായുള്ളവൾ. യാഗം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചു മഹാസിദ്ധി, ആ സിദ്ധികൾ, എല്ലാ സിദ്ധികളും ഉള്ളവൾ എന്ന് പഠിച്ചു അല്ലേ. എന്തൊക്കെയായിരുന്നു ആ സിദ്ധികൾ? നിയമം, അതായത് ഈ യോഗങ്ങളെന്ന് പറയുമ്പം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് 8 യോഗങ്ങൾ. ഇനി അഷ്ടാംഗം എന്ന് പറയും അതിനെ അല്ലേ, അഷ്ടാംഗ യോഗം എന്ന് പറയും. അടുത്ത നാമത്തിൽ മഹായോഗീശ്വരേശ്വരി എന്ന് പഠിച്ചപ്പം എല്ലാ യോഗീശ്വരന്മാർക്കും ഈശ്വരിയായവളെന്ന് പഠിച്ചില്ലേ. അപ്പോൾ ആ ഐശ്വര്യങ്ങൾ, 6 ഐശ്വര്യങ്ങളും കൂടി ചേർന്നതാണ് ഈ ഐശ്വര്യം, അതായത് മഹായാഗക്രമം. അപ്പോൾ 220ഉം 224 നാമങ്ങൾ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ഇത് ചെയ്യാം അല്ലേ. മഹാ ഐശ്വര്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഐശ്വര്യങ്ങൾ, ഐശ്വര്യങ്ങളുള്ളവൾ എന്ന് പറഞ്ഞു അല്ലേ, ചിന്താമണി ഗ്രഹത്തിൻ്റെയൊക്കെ. അപ്പോൾ മഹത്തായ ഐശ്വര്യത്തോടെ, ആ ഈ ഐശ്വര്യം എന്തൊക്കെയായിരുന്നു? ഐശ്വര്യങ്ങൾ 6 ഭഗങ്ങളും 8 യോഗങ്ങളും ചേർന്നവളാണ് ദേവി. ഐശ്വര്യം ഈശ്വരഭാവം എന്നാണ് അതിൻ്റെ അർത്ഥം. അണിമ, ലഘിമ, മഹിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം, ഇത്രയുമാണ്. അപ്പം ഇതെല്ലാം കൂടിയതാണ് ദേവി. 8 ഐശ്വര്യങ്ങളും യോഗങ്ങളും, 8 യോഗങ്ങൾ, അഷ്ടാംഗവും. അപ്പോൾ അഷ്ടാംഗവും ഐശ്വര്യവും കൂടി ചേർന്നതാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് മഹായാഗക്രമാരാധ്യ. ഇതെല്ലാം യാഗത്തിന് ആവശ്യം. അപ്പം മഹായാഗക്രമാരാധ്യ, വലിയ മഹായാഗങ്ങളാൽ ആരാധ്യയായിട്ടുള്ളവളാണ് ദേവി എന്നർത്ഥം. മഹായാഗക്രമങ്ങളാൽ ആരാധ്യയായിട്ടുള്ളവൾ, അതായത് മഹാ ഐശ്വര്യ എന്ന 220ാമത്തെ നാമം. മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ, ഈശ്വരഭാവം എന്ന്, ഐശ്വര്യം അത് പറഞ്ഞെന്താന്ന്. ഇനി അഷ്ടാംഗം യോഗങ്ങൾ അതും പറഞ്ഞു, 8 യോഗങ്ങൾ. അപ്പം ഇതെല്ലാം കൂടിയവളാണ് ദേവി എന്ന് മഹായാഗക്രമാരാധ്യ. അടുത്ത നാമം മഹാഭൈരവപൂജിത, മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവൾ. മഹാഭൈരവൻ ആരാണ്? ഭൈരവൻ മഹാദേവൻ്റെ ഒരംശമാണ് മഹാഭൈരവൻ. അതായത് ദക്ഷയാഗത്തിൽ സതീദേവി ദേഹത്യാഗം, അഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു. അപ്പോൾ ആ മഹാദേവൻ അത് അറിഞ്ഞ് അവിടെ വന്ന ദേവിയുടെ ശരീരം എടുത്ത് താണ്ഡവമാടി. അപ്പോൾ അതിനു മുമ്പ് മഹാദേവൻ തൻ്റെ ജട പറിച്ചെറിഞ്ഞ യാഗത്തെ നശിപ്പിച്ചു. അപ്പോൾ ആ ജടയിൽ നിന്നുണ്ടായ ഇതാണ് ഭൈരവൻ. മഹാദേവൻ്റെ തന്നെ ഒരു അംശമാണ് മഹാഭൈരവൻ. ഭൈരവക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആ മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ മഹാഭൈരവ പൂജിത. അപ്പോൾ ഈ ശ്ലോകത്തിൽ മഹത്തായ തന്ത്രങ്ങളോടുകൂടിയവൾ, മഹാമന്ത്ര മഹത്തായ മന്ത്രങ്ങളോടുകൂടിയവൾ, മഹായന്ത്ര മഹത്തായ യന്ത്രങ്ങളോടുകൂടിയവൾ, ആസന മഹത്തായ ആസനത്തോടുകൂടിയവൾ, മഹായാഗക്രമാരാധ്യ മഹായാഗങ്ങളാൽ ആരാധ്യയായിട്ടുള്ളവൾ, മഹാഭൈരവ പൂജിത മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവൾ എന്നൊക്കെ അർത്ഥം. അടുത്തത് അടുത്ത ശ്ലോകം. അപ്പോൾ ഈ ശ്ലോകം മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത. അടുത്ത ശ്ലോകം
മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. 16 അക്ഷരം വരുന്ന വലിയ നാമം, ഒറ്റ നാമം. ഈ ശ്ലോകത്തിൽ 3 നാമങ്ങളേ ഉള്ളൂ. മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി, മഹാകാമേശ മഹിഷി, മഹാത്രിപുരസുന്ദരി. 3 നാമങ്ങൾ. ആദ്യത്തെ നാമം മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. അതിൽ കൽപ്പകാലത്ത്, പ്രളയകാലത്ത്, അതായത് ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് ഈ മഹാകൽപ്പം. ആ പ്രളയകാലത്ത് എല്ലാം നശിക്കുമ്പം ദേവിയും ദേവനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം മഹാദേവൻ താണ്ഡവം ചെയ്യുന്നു അവിടെ. അതായത് എല്ലാ ആയുധങ്ങളും ധരിച്ച്, പാശം, അങ്കുശം, കരിമ്പ് എന്ന വില്ല്, പിന്നെ 5 ബാണങ്ങൾ, മഴു ഒക്കെ എല്ലാം ധരിച്ചിരിക്കുന്ന ആ മഹാദേവൻ്റെ താണ്ഡവം, ആ താണ്ഡവത്തിന് സാക്ഷിയാണ് ദേവി. ദേവി അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മഹേശ്വരൻ്റെ മഹാകൽപ്പത്തിൻ്റെ താണ്ഡവത്തെ നേരിട്ട് കണ്ടവൾ, സാക്ഷിയായിരിക്കുന്നവൾ, നേരിട്ട് കാണുന്നവൾ എന്ന് പറഞ്ഞാലോ, എല്ലാം കണ്ടുകൊണ്ട് ദേവി കൂടെ ഉണ്ടാവും. അവർ രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രളയകാലത്ത്. അപ്പം പിന്നെ വേറെ ഒരർത്ഥം എടുക്കാം നമുക്ക്. സത്തും ചിത്തും ആണ് ഭഗവാനും ദേവിയും. സത്താണ് മഹാദേവൻ, ചിത്താണ് ദേവി. അപ്പോൾ സത്തും ചിത്തുമായ ഇവർ രണ്ടുപേരും ഏക ബ്രഹ്മത്തിൻ്റെ ആദ്യത്തെ പുരുഷനും സ്ത്രീയും. ദേവി അങ്ങനെ ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലേ, ദേവി സകല ചരാചരങ്ങളെയും തന്നിലേക്ക് ആവാഹിക്കുന്നുണ്ടെന്ന്. അപ്പം ഈ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി, മഹേശ്വരൻ്റെ മഹാകൽപ്പത്തിലെ താണ്ഡവത്തെ നേരിട്ട് കാണുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം മഹാകാമേശ മഹിഷി. മഹിഷി എന്ന് പറഞ്ഞാൽ രാജ്ഞി എന്നിവിടെ അർത്ഥം. മഹാകാമേശൻ്റെ പട്ടമഹിഷിയായിരിക്കുന്നവൾ. അതായത് എല്ലാ ദേവന്മാർക്കും പല ഭാര്യമാരും, കുറേ ഭാര്യമാരൊക്കെ ഉണ്ടാവും, അനേകം ഭാര്യമാരുണ്ടായിരിക്കും. അതിൽ ഒരാൾ മാത്രമേ എപ്പോഴും രാജ്ഞിയായിട്ട്, പട്ടമഹിഷിയായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഭാര്യയാണ് പട്ടമഹിഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജ്ഞിയായവൾ, ആ രാജ്ഞി പട്ടം ധരിച്ചവൾ. അപ്പം മഹാദേവൻ്റെ രാജ്ഞി പട്ടം ധരിച്ചവളാണ് മഹാദേവി. അതുകൊണ്ട് ദേവിക്ക് മഹാദേവൻ്റെ പട്ടമഹിഷിയായിരിക്കുന്നവൾ എന്ന മഹാകാമേശ മഹിഷി, കാമേശൻ മഹാദേവൻ, കാമേശ മഹിഷി എന്ന് പേര്. അടുത്ത നാമം മഹാത്രിപുരസുന്ദരി. 3 പുരങ്ങൾക്കും, 3 പുരം, ഭൂഹു ഭുവഹ സ്വഹ, അല്ലേ, ഭൂമി, ആകാശം, സ്വർഗം, ഈ 3 പുരങ്ങൾക്കും സുന്ദരിയായിരിക്കുന്നു. അത് പറഞ്ഞാലോ, അതായത് ആത്മാവ്, എല്ലാവരുടെയും ആത്മാവ് ദേവിയുടെ ആണെന്ന് പറയുന്നു. ഏറ്റവും സുന്ദരമായിരിക്കുന്നത് ദേവിയാണ്. 3 പുരങ്ങളിലും 3 ലോകങ്ങളിലും വസിക്കുന്ന സുന്ദരിയായവൾ. സുന്ദരി എന്ന് പറഞ്ഞാൽ ആകർഷണീയത ഉള്ളവൾ, അതായത് എല്ലാത്തിനും സൗന്ദര്യത്തെ നൽകുന്നവൾ എന്നൊക്കെ എടുക്കാം. അപ്പം മഹാത്രിപുരങ്ങൾക്കും സുന്ദരിയായിരിക്കുന്നവൾ, ആകർഷണീയതയുള്ളവൾ, സൗന്ദര്യമുള്ളവൾ, എല്ലാവർക്കും ലോകങ്ങളിലും വസിക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ളവൾ എന്നൊക്കെ അർത്ഥം. 3 ലോകങ്ങളിലും സുന്ദരിയായിരിക്കുന്നവൾ, മഹാത്രിപുര സുന്ദരി. അപ്പോൾ ഈ ശ്ലോകത്തിൽ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി, മഹേശ്വരൻ്റെ മഹാകൽപ്പത്തിൻ്റെ താണ്ഡവത്തെ നേരിട്ട് കാണുന്നവൾ. മഹാകാമേശ മഹിഷി, മഹാദേവൻ്റെ പട്ടമഹിഷിയായിരിക്കുന്നവൾ.
മഹാത്രിപുരസുന്ദരി, 3 ലോകങ്ങളിലും വസിക്കുന്ന സുന്ദരിയായവൾ. അപ്പോൾ ഈ ശ്ലോകം മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി. അടുത്ത ശ്ലോകം 3 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലും. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. 3 നാമങ്ങൾ. ആദ്യത്തെ നാമം ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ. ചതുഷ്ഷഷ്ടി, ചതുഹു എന്ന് പറഞ്ഞാൽ 4, ഷഷ്ടി എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ ഇവിടെ 64 ഉപചാരം എന്ന് പറഞ്ഞാൽ പൂജകൾ, യജ്ഞങ്ങളൊക്കെ. അപ്പോൾ 64 ഉപചാരങ്ങളാൽ ആഢ്യയായിരിക്കുന്നവൾ. ആഢ്യ എന്ന് പറഞ്ഞാൽ പൂജിക്കുക, അലങ്കരിക്കുക, ശ്രേഷ്ഠയായിരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ 64 ഉപചാരങ്ങളാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ. ഇനി ഈ 64 ഉപചാരങ്ങൾ ഏതൊക്കെയാണ്? 64 നമുക്ക് മുഴുവനും അറിഞ്ഞുകൂടാ. വലിയ വലിയ യജ്ഞങ്ങളിലും യാഗങ്ങളിലും പൂജകളിലൊക്കെയാണ് അതൊക്കെ നടക്കുക. 16 നമ്മൾക്കറിയാം അല്ലേ? ഷോഡശോപചാരം. ഷഡ് എന്ന് പറഞ്ഞാൽ 6 ദശം 10. അപ്പം 16 ഉപചാരങ്ങൾ, അത് നമുക്കറിയാം ഏകദേശം. ഷോഡശോപചാരങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് പൂജകൾ, പൂജ ചെയ്യുമ്പോൾ ശുശ്രൂഷകൾ, അതാണ് ഈ ഉപചാരം എന്ന് പറയുന്നത്. പാവാഹനം, ആസനം, പാദ്യം, അർഘ്യം, ആചമനം തുടങ്ങിയവയൊക്കെ. പിന്നെയുണ്ട് സ്നാനം, വസ്ത്രം, ഭൂഷണം, ഗന്ധം, പുഷ്പം, ധൂപം, നൈവേദ്യം, താമ്പൂലം, നമസ്കാരം തുടങ്ങിയവ. ഇതിൽ 16 സാധാരണ പൂജയ്ക്ക്. അപ്പോൾ അതുപോലെ 64 ഉപചാരങ്ങളാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി എന്നർത്ഥം. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ. അടുത്ത നാമം ചതുഷ്ഷഷ്ടി കലാമയി. ചതുഷ്ഷഷ്ടി കലാമയി. ചതുഹു 4, ഷഷ്ടി 64. അപ്പോൾ 64 കലകളുടെ സ്വരൂപമായിരിക്കുന്നു. കലകൾ 64 കല എന്ന് പറയുമ്പോൾ എന്തല്ല, എല്ലാ ജോലികളും കലകളാണ്. ഒക്കെ ദേവിയുടെ അംശമാണെന്നാണ് പറയുന്നത്. അപ്പം ആ ദേവിയുടെ രൂപമായിരിക്കുന്നു എന്തൊക്കെ? പാട്ട്, തയ്യൽ, പിന്നെ വിദ്യകൾ, ഇതെല്ലാം എന്ത് കലയായാലും അതെല്ലാം ദേവിയുടെ അംശമാണ്. കലയ്ക്ക് അംശം എന്നും ഒരു പേരുണ്ട്. കലകൾ, വിദ്യ, ഓരോ വിദ്യകളെ കലകളെന്ന് പറയാം. അതായത് ഒരാൾ നന്നായിട്ട് നൃത്തം ചെയ്യുവാണെങ്കിൽ നൃത്തം, ഒരാൾ ചിത്രം വരയ്ക്കുന്നു, അതൊക്കെ കലകളാണ്. അതുപോലെ വീടുകൾ അലങ്കരിക്കുന്നത് കലയാണ്. പിന്നെ പലഹാരം ഉണ്ടാക്കുന്ന കലയാണ്. നാദവൈദഗ്ധ്യം, ജുവലറിയൊക്കെ കലകളാണ്. ഡ്രസ്സ് അല്ലേ, ഫാഷൻ ഡിസൈനറൊക്കെ ഡിസൈനിങ്, അതെല്ലാം കലകൾ. അപ്പം എല്ലാ കലകളും, ചിലർ വൃക്ഷങ്ങൾ വളർത്തും, അതൊരു കലയാണ്. സമസ്യ പൂരണം ചെയ്യും, അതും കലയാണ്. പിന്നെ ധാതുക്കൾ സംസ്കരിക്കുക, അതും കലയാണ്. കോഴിപ്പോര് നടത്തുക, അതും കലയാണ് അല്ലേ? അങ്ങനെ കലകൾ. ചതുഷ്ഷഷ്ടി കലാമയി. ഇങ്ങനെ 64 കലയുടെ സ്വരൂപമായിരിക്കുന്നവൾ എന്നർത്ഥം. അത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടി. ചതുഹു ഷഷ്ടി കലാമയി. ചതുഷ്ഷഷ്ടി കലാമയി. ഇനി അടുത്ത നാമം മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. അതായത്
64 കോടി യോഗിനിഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ എന്നർത്ഥം. അതായത് ഈ 64 യോഗിനിഗണം എങ്ങനെയാണ് വന്നേ? സപ്തമാതൃക്കൾ 7 പേര്, വൈഷ്ണവി, കൗമാരി, വാരാഹി, മാഹേന്ദ്രി, മഹാലക്ഷ്മി, ചാമുണ്ഡി, ഇങ്ങനെ ഇവരെല്ലാം ഈ 8 യോഗിനിമാർക്കും 8, അതായത് 8 ദേവിമാർക്കും 8 യോഗിനിമാർ വീതം, അങ്ങനെ എണ്ണിട്ട് 64 പേർക്ക് 1 കോടി വീതം യോഗിനിമാർ. അപ്പോൾ 64 കോടി യോഗിനിമാർ, ഇവരെയാണ് യോഗിനി ഗണം എന്ന് പറഞ്ഞത്, അവരുടെ കൂട്ടം. അപ്പം 64 കോടി യോഗിനി ഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവി മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിത എന്ന് ദേവിക്ക് പേര്. ഈ ശ്ലോകത്തിൽ ചതുഷ്ടി ഉപചാരാഢ്യ 64 ഉപചാരങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ, പൂജിക്കപ്പെടുക, അലങ്കരിക്കപ്പെടുക, ശ്രേഷ്ഠയായിരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. അടുത്തത് ചതുഷ്ടി കലാമയി, 64 കലയുടെ സ്വരൂപമായിരിക്കുന്നവൾ, മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിത, 64 കോടി യോഗിനി ഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം ചതുഷ്ടി ഉപചാരാഢ്യ ചതുഷ്ടി കലാമയി മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിത. അടുത്ത ശ്ലോകം മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യഗ ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര. മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യഗ ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര. ഇതിൽ 6 നാമങ്ങളുണ്ട്. ആദ്യത്തെ നാമം മനുവിദ്യ, മനുവിനാൽ ആരാധിക്കപ്പെട്ടവൾ. ഓരോരുത്തർക്കും ഓരോ ആരാധനാ രീതികളുണ്ട്. അപ്പം മനു ആരാധിച്ചത് ശ്രീവിദ്യ ഇതിലാണ്. അപ്പം ആ മനു ആരാധിച്ച ശ്രീവിദ്യാ സ്വരൂപിണിയായി ഉപാസിക്കപ്പെട്ടവൾ എന്നർത്ഥം. ശ്രീവിദ്യാ മന്ത്രത്താൽ ആണ് മനു ഉപാസിച്ചത് ദേവിയെ. അപ്പോൾ അതുകൊണ്ട് മനുവിനാൽ ആരാധിക്കപ്പെട്ടവൾ, മനുവിനാൽ ഉപാസിക്കപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ മനുവിദ്യ എന്ന് ദേവിക്ക് പേര്. ഇനി ചന്ദ്രൻ, കുബേരൻ, ലോപമുദ്ര, അഗസ്ത്യൻ, കാമദേവൻ, അഗ്നി, സൂര്യൻ തുടങ്ങിയ ദേവന്മാർ, ഇന്ദ്രൻ, ശിവൻ, ദുർവാസാവ് തുടങ്ങി 12 പേരാണ് ആദ്യത്തെ ശ്രീവിദ്യാ ഉപാസകർ. ഈ 12 പേരും അവരവരുടെ ഉപാസനാ വിദ്യ ഉണ്ട് 12 പേർക്കും. അപ്പോൾ ആ വിദ്യയെ എന്തു ചെയ്യും? അപ്പോൾ ചന്ദ്രൻ ഉപാസിച്ചിരുന്ന വിദ്യയ്ക്ക് ചന്ദ്രവിദ്യ എന്നും മനു ഉപാസിച്ചിരുന്ന വിദ്യയ്ക്ക് മനുവിദ്യ എന്നും പേര്. അപ്പം മനുവിദ്യ, മനുവിനാൽ ആരാധിക്കപ്പെട്ടവൾ, മനുവിനാൽ ആരാധിക്കപ്പെട്ട ഉപാസനാ രീതിയോട് കൂടിയവൾ, അല്ലെങ്കിൽ മനുവിനാൽ ആരാധിക്കപ്പെട്ടവൾ, ശ്രീവിദ്യാസ്വരൂപിണിയായി ഉപാസിക്കപ്പെട്ടവൾ എന്നൊക്കെ അർത്ഥം. ചന്ദ്രവിദ്യ അടുത്തത്. ചന്ദ്രവിദ്യ എന്ന് പറയുന്നത് ചന്ദ്രനാൽ ഉപാസിക്കപ്പെട്ട വിദ്യ. അപ്പോൾ ശ്രീവിദ്യ ഉപാസന ചന്ദ്രൻ ഉപാസിച്ചിരുന്ന രീതി, അതിന് ചന്ദ്രവിദ്യ എന്ന് പറയുന്നു. ചന്ദ്രൻ ഉപാസിച്ചിരുന്ന വിദ്യാമന്ത്രത്താൽ ആരാധിക്കപ്പെട്ടവൾ. അടുത്ത നാമം ചന്ദ്രമണ്ഡലമധ്യക, ചന്ദ്രമണ്ഡലം, അതിൻ്റെ മധ്യത്തിൽ ഗമിച്ചിരിക്കുന്നവൾ. അതായത് ശ്രീവിദ്യാമന്ത്രത്തിൽ ശ്രീചക്രം എന്ന യന്ത്രത്തിൽ ചന്ദ്രമണ്ഡലമുണ്ട്. നമ്മൾ കുണ്ടലിനി ഉപാസന പഠിച്ചില്ല, കുണ്ടലിനിയെ പറ്റി പഠിച്ചിരുന്നു. അപ്പോൾ അതിന് 3 ഇതിലും അല്ലേ, ക്രമത്തിൽ മുകളിൽ
ചന്ദ്രമണ്ഡലവും താഴെ അഗ്നിമണ്ഡലവും മധ്യത്തിൽ ഓരോ മണ്ഡലങ്ങൾ, അതിൽ 3 ഗ്രന്ഥികൾ, ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ആ ബ്രഹ്മ വിദ്യ, അതായത് ആദ്യത്തെ 2 കൂടുന്നത് ബ്രഹ്മഗ്രന്ഥിയും രണ്ടാമത്തെ 2 കൂടുന്ന വിഷ്ണുഗ്രന്ഥിയും മുകളിലത്തെ 2 കൂടുന്ന രുദ്രഗ്രന്ഥിയും. ഇങ്ങനെ ഗ്രന്ഥികൾ. ആജ്ഞാചക്രത്തിൽ ചന്ദ്രമണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിൽ, ആ ചന്ദ്രൻ്റെ മണ്ഡലത്തിൽ ഗമിച്ചവൾ എന്ന അർത്ഥത്തിൽ ചന്ദ്രമണ്ഡലമധ്യക. അടുത്ത നാമം ചാരുരൂപ. ചാരു എന്ന് പറഞ്ഞാൽ മനോഹരം. അപ്പം മനോഹരി, ചാരുതയുള്ളവൾ, അല്ലെങ്കിൽ മനോഹരമായ രൂപത്തോടു കൂടിയവൾ, ആകർഷണീയമായ രൂപത്തോടു കൂടിയവൾ എന്നൊക്കെ അർത്ഥം. ചാരുരൂപ. ചാരുഹാസ, മനോഹരമായ ഹാസത്തോടു കൂടിയവൾ, മനോഹരമായ പുഞ്ചിരിയോടു കൂടിയവൾ. അപ്പോൾ ദേവിയുടെ മന്ദഹാസം ചന്ദ്രൻ്റെ നിലാവ് പോലെ കുളിർ ഉള്ളതാണ്. അപ്പോൾ ദേവിയുടെ ആ മന്ദഹാസമാണ് മായ എന്ന് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ വിളനിലമാണ് ദേവി. ജ്ഞാനത്തിൻ്റെ കുളിർ നിലാവാണ് ദേവി. അപ്പോൾ ഉപാസിക്കുന്നവർക്ക് ഈ കുളിർ നിലാവുള്ളൂ, അല്ലാത്തവർക്ക് ദേവി അവിദ്യയാണ് ദേവിയുടെ ഹാസം. അപ്പം മനോഹരമായ പുഞ്ചിരിയോടുകൂടിയവളെന്ന് അർത്ഥം. ചാരുചന്ദ്രകലാധര, അതിമനോഹരമായ ചന്ദ്രകലയെ ധരിച്ചിരിക്കുന്നവൾ. ചന്ദ്രകല ഭഗവാനും ധരിച്ചിട്ടുണ്ടല്ലേ. അപ്പം എന്നും ഒരേ ഭാവമുള്ള, വൃത്തിക്ഷയങ്ങളൊന്നുമില്ലാത്ത ആ ചന്ദ്രകല അതിനെ ധരിച്ചിരിക്കുന്നു. കൂടാതെ കാശി രാജാവിൻ്റെ മകളായ ശശികല എന്ന യുവതിക്ക് ദേവി സ്വപ്ന ദർശനം കൊടുത്ത് സുദർശനൻ എന്ന യുവാവിനാൽ വിവാഹം കഴിപ്പിച്ചു. അതുകൊണ്ടും ദേവി ചാരുചന്ദ്രകലാധര എന്ന് ദേവിക്ക് പേര്. അപ്പം ഇതിലും കൂടുതൽ അതിമനോഹരമായ ചന്ദ്രകലയെ ധരിച്ചിരിക്കുന്നവൾ എന്ന് പറയുന്നതാണ് ഒന്നുകൂടെ ചേരുന്നത്. അപ്പം മനുവിദ്യ, മനുവിനാൽ ആരാധിക്കപ്പെട്ടവൾ. ചന്ദ്രവിദ്യ, ചന്ദ്രമണ്ഡലത്തിൽ ഗമിച്ചവൾ. ചന്ദ്രവിദ്യ, ചന്ദ്രനാൽ ഉപാസിച്ചിരുന്ന വിദ്യാമന്ത്രത്താൽ ആരാധിക്കപ്പെട്ടവൾ. ചാരുരൂപ, മനോഹരി, ചാരുതയുള്ളവൾ. ചാരുഹാസ, മനോഹരമായ പുഞ്ചിരിയോടുകൂടിയവൾ. ചാരു ചന്ദ്രകലാധരാതി, മനോഹരമായ ചന്ദ്രകലയെ ധരിച്ചിരിക്കുന്നവൾ. മനുവിദ്യ, ചന്ദ്രവിദ്യ, ചന്ദ്രമണ്ഡലമധ്യക. ചാരുരൂപ, ചാരുഹാസ, ചാരുചന്ദ്രകലാധര. അടുത്ത ശ്ലോകം. ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതീ പത്മനയന പത്മരാഗ സമപ്രഭ. ചരാചര ജഗന്നാഥ, എല്ലാ ചരാചരങ്ങൾക്കും, ചരിക്കുന്നതും ചരിക്കാത്തതുമായ, അതായത് ഇളകുന്നതും ഇളകാത്തതുമായ, ചരവും അചരവുമായ ജഗത്തിന് ജഗന്നാഥയായിരിക്കുന്നവൾ. അതായത് ദേവി എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവളാണ്. എല്ലാത്തിനും അധിപതിയാണ് ദേവി. അപ്പം ഇവിടെ ചരാചരം എന്ന് പറഞ്ഞത് സ്ഥാവര ജംഗമങ്ങൾക്കെല്ലാം അധിപതിയായിരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ചരാചര ജഗന്നാഥ എന്ന് ദേവിക്ക് പേര്. ഇനി ചക്രരാജനികേതന, ചക്രം, ശ്രീചക്രം. ആ ശ്രീചക്രത്തിന് 9 വലയങ്ങളുണ്ട്. ആ 9 ശക്തികളാണ് ദേവിയുടെ വിഭൂതികളാണ്. അപ്പോൾ ശ്രീചക്രം എന്ന് പറയുന്ന ചക്രങ്ങളിൽ വെച്ച് രാജൻ ശ്രീചക്രമാണ്. അപ്പോൾ പല രീതിയിലും ഉള്ള യന്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം അതിൽ ഏറ്റവും
ചക്രങ്ങളിൽ വെച്ച് രാജനായിരിക്കുന്ന ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ, അല്ലെങ്കിൽ ആ ശ്രീചക്രത്തെ വാസസ്ഥാനമാക്കിയവൾ, അതിൽ വസിക്കുന്നവൾ, അതിൽ നികേതനം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം, അതിനെ വീടാക്കിയവൾ, അതിൽ വസിക്കുന്നവൾ, ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥം. ചക്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്, രാജനാണ്. ചക്രങ്ങളിൽ വെച്ച് രാജനായിരിക്കുന്ന ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ എന്ന്, അല്ലെങ്കിൽ അവളുടെ ദേവിയുടെ വാസസ്ഥാനം എന്ന് ചക്രരാജനികേതന. അടുത്ത നാമം പാർവതി, പർവ്വത രാജാവായ ഹിമവാൻ്റെ പുത്രി എന്നർത്ഥം. അതായത് ഹിമവാൻ്റെയും മേനയുടെയും മകളായിട്ട് പൂർവജന്മത്തിൽ ദക്ഷപുത്രിയായി സതിയായി ജനിച്ചു. ദക്ഷൻ്റെ 16 മക്കളിൽ ഇളയവളായിരുന്നു. ജന്മം അങ്ങനെ സതിയായി ജന്മമെടുത്ത് ശിവനെ തപസ് ചെയ്ത് വിവാഹം കഴിച്ചു. എന്നിട്ട് ആ ദക്ഷൻ തന്നെ കാരണമായി, തൻ്റെ അച്ഛൻ തന്നെ കാരണമായി ദേഹ ആഹുതി ചെയ്തു. ആ ഇതിൽ ദക്ഷൻ മകളെ അപമാനിച്ചതുകൊണ്ട്, ശിവനെ അപമാനിച്ചതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നത്തെ ജന്മമായി വന്നത് പാർവതിയായിട്ടാണ്. അപ്പോൾ അതാണ് പർവ്വത രാജാവായ ഹിമവാൻ്റെയും മേനാദേവിയുടെയും മകളായ ദേവി, ഒരു പുത്രി ജനിച്ചു. ആ മകളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് പാർവതി. പാർവതി എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ പുത്രി. അടുത്ത നാമം പത്മനയന. പത്മം താമരയാണ്, നയനം കണ്ണാണ്. അപ്പോൾ താമര ഇതൾ പോലെ നീണ്ട വികസിച്ച കണ്ണുകളോടുകൂടിയവൾ, താമരക്കണ്ണി എന്നർത്ഥം. പത്മനയനഹ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ പുല്ലിംഗമായി പോവും. പത്മനയന എന്ന് പറഞ്ഞുകൊണ്ട് ആകാര സ്ത്രീലിംഗം, താമരക്കണ്ണി എന്ന് അർത്ഥം. അപ്പം താമര ഇതൾ പോലെ നീണ്ടതും വികസിച്ചതുമായ കണ്ണുകളോടുകൂടിയവൾ താമരക്കണ്ണി, പത്മനയന. ഇനി പത്മരാഗ സമപ്രഭ. പത്മരാഗം ഒരു ചുവന്ന രത്നാണ്. ആ മാണിക്യം എന്നൊക്കെ പറയും, റൂബി എന്നൊക്കെ പറയും. അപ്പോൾ അതിന് സമമായ പ്രഭയോടുകൂടിയവൾ, ചുവന്ന വർണ്ണത്തോടു കൂടിയവൾ എന്നർത്ഥം. പത്മരാഗത്തിന് സമമായ പ്രഭ അല്ലെങ്കിൽ പ്രകാശത്തോടു കൂടിയവൾ, പത്മരാഗ സമപ്രഭ. അപ്പോൾ ഈ ശ്ലോകം ചരാചര ജഗന്നാഥ, ചരിക്കുന്നതും ചരിക്കാത്തതുമായ ജഗത്തിന് മുഴുവൻ നാഥയായിരിക്കുന്നവൾ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൾ എന്നർത്ഥം. എല്ലാത്തിനും അധിപതി. ചക്രരാജനികേതന, ചക്രങ്ങളിൽ വെച്ച് രാജനായിരിക്കുന്ന ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ. പാർവതി, പർവ്വത രാജാവായ ഹിമവാൻ്റെയും മേനാദേവിയുടെയും മകൾ പാർവതി. പത്മനയന, താമരക്കണ്ണി, താമരയിതൾ പോലെ നീണ്ടതും വികസിച്ചതുമായ കണ്ണുകളോടുകൂടിയവൾ. പത്മരാഗ സമപ്രഭ, ചുവന്ന വർണ്ണത്തോടു കൂടിയവൾ. മാണിക്യം, റൂബി തുടങ്ങിയ പത്മരാഗത്തിന്, രത്നത്തിന് സമമായ പ്രഭ അല്ലെങ്കിൽ പ്രകാശത്തോടു കൂടിയവൾ, പത്മരാഗ സമപ്രഭ. ഇനി നമുക്ക് ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ. ഇനി മുഴുവനായിട്ട് ശ്ലോകങ്ങൾ ഒരു പ്രാവശ്യം കൂടി ചൊല്ലാം. മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവപൂജിത മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവസാക്ഷിണി മഹാകാമേശമഹിഷി മഹാത്രിപുരസുന്ദരീ ചതുഷ്ഷ്ട്യുപചാരാഢ്യ ചതുഷ്ഷ്ടികലാമയീ മഹാചതുഷ്ഷ്ടികോടിയോഗിനീ ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന
പാർവതീ പത്മനയന പത്മരാഗ സമപ്രഭാം. സകലം ശ്രീലളിതാദേവ്യാർപ്പണമസ്തു. നമേ നാരായണ. ഹരി ഓം. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമേ നാരായണ.